പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും മോചനത്തിനായാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അതേ ദൗത്യമാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഡിവൈൻ ധ്യാനകേന്ദ്രം 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്നതിൻ്റെ രേഖാസമർപ്പണവും 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലകം അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. ധ്യാനകേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും ഇതോടൊപ്പം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. എം.പിമാരായ ബെന്നി ബെഹന്നാൻ, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ഡീൻ കുര്യാക്കോസ്, എം.എൽ.എമാരായ സനീഷ് കുമാർ ജോസഫ്, മോൻസ് ജോസഫ്, മുൻ എം.പി തോമസ് ചാഴിക്കാടൻ, നിയമസഭാ മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. സുനിത, പഞ്ചായത്ത് അംഗങ്ങളായ പരമേശ്വരൻ, റിൻസി രാജേഷ്, ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിനോയ് ചൊക്കാനിക്കുന്നേൽ, അഡ്വക്കേറ്റ് ചാർലി പോൾ, പി.ജെ. ആന്റണി, ഔസേപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശ്ശൂരിലെയും മാത്രമല്ല മലയാളികളുടെ മനസ്സിലെക്കാലവും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹനിർഭരമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്ത പരിണയാണ് മത്തായിയുടെ സുവിശേഷം വായിച്ചുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിന്റെ മുന്നിൽ എത്തിച്ചേരുന്നതോ ധ്യാനകേന്ദ്രം ക്ഷണിച്ചു കൊണ്ടുവരുന്നതുമായ നിർധനരും നിരാലംബരും അധസ്ഥിതരും ആദിവാസികളും ഒക്കെയായ സാധാരണക്കാരായ മനുഷ്യർക്ക് സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഏറ്റവും ദൈനികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള മുൻഗണനകളോ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസങ്ങളോ ഇല്ലാതെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്ത് അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യമുള്ള ഈ മുരിങ്ങൂർ ധ്യാനകേന്ദ്രം നേരത്തെ ആന്റണി ചേട്ടന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ വളവില് പോലെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഉടക്കീഴിൽ നിന്നുകൊണ്ട് വീണ്ടും അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ തളരാത്ത വിധം സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തലുകളുമായി ഏറ്റവും കരുത്തോടെ മുന്നോട്ട് പോകുന്നു. കക്ഷി രാഷ്ട്രീയ ജാതി മതവർഗ വർണ്ണ ഭേദമില്ല. ഏവരുടെയും സന്തോഷത്തിന്റെ ഒരു സ്ഥിരം അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ അതിന്നാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങ്. എല്ലാവരെയും ഒരുമിപ്പിച്ചിരിക്കുന്നു, ഒന്നിച്ച് ചിന്തിപ്പിക്കുന്നു. എന്താണ് ഡിവൈൻ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം? വിവിധങ്ങളായ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. ഒരു വാക്ക് കേട്ട്, ഒരാശ്വാസം കേട്ട് മടങ്ങിപ്പോയി സംതൃപ്തിയോട് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ സന്തോഷത്തോടുകൂടി എന്നും മനസ്സിൽ ധ്യാനിക്കുന്നു. ഈ സ്ഥാപനത്തിന് ഇനിയും ദൈവകൃപയാൽ ഇത്തരം കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന കേന്ദ്രവുമായിട്ട് എനിക്കുള്ളൊരു ബന്ധം പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ പിതാവിനോടൊപ്പം ഇവിടെ വന്ന് ധ്യാനം കൂടുന്ന ദിവസങ്ങൾ എന്നെ ഓർക്കുകയാണ്. അതിനുശേഷവും ഇവിടെ ഈ മുമ്പിൽ പലപ്പോഴായി ഇവിടെ വരികയും ധ്യാനം കൂടുകയും ചെയ്തിട്ടുണ്ട്. ധ്യാനം കൂടുമ്പോഴൊക്കെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല ഇവിടെ വരുന്നവരെ ഓരോരുത്തരെയും എന്നെയും ദൈവം തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്